അത് എല്ലാം ഈ ഒരു ഡോപ്പമിൻ എന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ, നമുക്ക് സന്തോഷം വരുമ്പോൾ എമിറ്റ് ആവുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, ഒരു സബ്സ്റ്റൻസ് ആണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ നമുക്ക് ഹാപ്പിനെസ് വരുമ്പോൾ എന്താണ്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം വരുമ്പോൾ ഈ പെർട്ടിക്കുലർ കെമിക്കൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബ്രെയിൻ. അപ്പോൾ ദാറ്റ് ഗീവ്സ് എ പ്ലഷർ. നമ്മൾ ഡ്രഗ്സ് ഇൻടേക്ക് ചെയ്യുമ്പോൾ ദിസ് ഡോപ്പമിൻ ഈസ് റിലീസ്ഡ് ഇൻ ടു ദ ബ്രെയിൻ. ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ വെരി ഹയർ എമൗണ്ട്, ഒരു വളരെ ഹയർ എമൗണ്ടിൽ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലെറ്റ് സി, നമുക്കറിയാം ബ്രെയിനിനുള്ളിൽ ബ്രെയിൻ സെൽസ് ഉണ്ട്, അല്ലെ? ബ്രെയിൻ സെൽസ് ആർ കോൾഡ് ന്യൂറോൺസ്. ന്യൂറോൺസ് പിക്ചർ, ദീസ് ആർ ന്യൂറോൺസ്. ആൻഡ് ആസ് യു ക്യാൻ സി, ഇതിന് ബ്രാഞ്ചസ് ഉണ്ട്. ഈ ബ്രാഞ്ചസിൽ നിന്ന് അടുത്ത ബ്രാഞ്ചിലോട്ട്, ഓരോ ന്യൂറോൺസിന്റെ ബ്രാഞ്ചിലോട്ടുള്ള ഒരു ഡിസ്റ്റൻസിനെ ഇറ്റ് ഇസ് കോൾഡ് എ സിനാപ്സ്. ഇറ്റ് ഇസ് എ സിനാപ്റ്റിക് ജംഗ്ഷൻ. ഈ ഒരു സ്പേസിനെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്പേസ്, രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള സ്പേസ്. ഓക്കെ, ഇഫ് യു ഗോ ഫോർവേഡ്, what happens is, ഇതുവഴിയാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് വരുന്നത്, അല്ലെ? ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വരുന്നുണ്ട് ഇവിടെ. ഈ യെല്ലോ മൂവ്മെന്റ് കണ്ടോ, ദിസ് ഇസ് ഇലക്ട്രോണിക് പൊട്ടൻഷ്യൽ ഇൻ അവർ ബ്രെയിൻ. സോ വാട്ട് ഹാപ്പൻസ് ഇൻ ദ ജംഗ്ഷൻ ഇസ്, ദീസ് ആർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് and these are emitted and these are called receptors. ഈ blue color കാണുന്നതാണ് receptors and these yellow chemicals are neurotransmitters. Once it is released, there is a pleasure feeling and it is attached, it binds to the receptors അത് ബൈൻഡ് ചെയ്യും. ഈ ഡോപ്പമിൻ റിലീസ് ഉണ്ടാകുന്നത് ഈ റീജിയനിൽ, ഈ പെരിഫറലിൽ നിന്നാണ് ഡോപ്പമിൻ റിലീസ് ഉണ്ടാകുന്നത്. സോ ഒരു സന്തോഷം വരുമ്പോൾ എന്താ, നമുക്കൊരു സന്തോഷം വരുമ്പോൾ ഡോപ്പമിൻ ഇസ് റിലീസ്ഡ്. Dopamine is being released and this is dopamine receptor and it is binding to it, അല്ലെ? See, there is ഈ ജംഗ്ഷനിൽ this is one neuron ending, this is another neuron ending. Dopamine is being released and this is dopamine transmitter and it can എന്താണ്, it travels back to the other neuron through dopamine transport. Dopamine ട്രാൻസ്പോർട്ടറിലൂടെയാണ് ഡോപ്പമിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്, റൈറ്റ്? ആൽക്കഹോൾ, ഹെറോയിൻ, നിക്കോട്ടിൻ തുടങ്ങിയുള്ള ഡ്രഗ്സ് എന്താ സംഭവിക്കുന്നത്, ഇത് കാരണം എന്താ, കൂടുതൽ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഐ ഷോ യു ദ പിക്ചർ. കണ്ടോ, കൊക്കൈനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ദർ ഇസ് ട്രാൻസ്പോർട്ടർ ഉണ്ടല്ലോ, ഡോപ്പമിൻ ട്രാൻസ്പോർട്ടറിനെ ഈ കൊക്കൈൻ ബ്ലോക്ക് ചെയ്യാണ്. സോ ദ ഡോപ്പമിൻ സ്റ്റേസ് ദർ ഫോർ എ വൈൽ ആൻഡ് ഇറ്റ് ഗിവ്സ് ആൻ യൂഫോറിക് ഫീലിംഗ്, ഒരു പ്ലഷർ ഫീലിംഗ് കൊടുക്കുന്നു. ഓക്കെ, മെത്താംഫെറ്റമൈൻ എന്ന് പറയുന്ന ഡ്രഗ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. മെത്താംഫെറ്റമൈൻ എന്ന ഡ്രഗ് ഇവിടെ കണ്ടോ, ഈ ഒരു pathway block here and more dopamine is released and it is an imbalance and it gives a pleasure feeling, but it is an imbalance of our എന്താണ്, pleasure pathway അല്ലെങ്കിൽ reward systemത്തിലെ ഒരു imbalance ആണ് നമ്മൾ ഈ കാണുന്നത്. See, more and more dopamine is created and it is in the synaptic cleft and which gives a pleasure feeling. മനസ്സിലായോ നിങ്ങൾക്ക്? സോ കണ്ടോ, ഇവിടെ പിന്നെ ഇതെന്താ സംഭവിക്കുന്നത്, ഡെയിലി ആക്ടിവിറ്റീസിൽ ഡോപ്പമിൻ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലഷർ ഫീലിംഗ് വരുന്നു. ഡ്രഗ്സ് ഇൻടേക്ക് ചെയ്യുന്ന ആൾക്കാരിൽ സംഭവിക്കുന്നത് എന്താണെന്നാൽ, അവർക്ക് നോർമൽ ഡെയിലി ആക്ടിവിറ്റീസിലെ റിവാർഡ് സിസ്റ്റം വർക്ക് ചെയ്യില്ല. നോർമൽ ഡെയിലി ആക്ടിവിറ്റീസ്, നോർമൽ ലൈഫിലെ സന്തോഷങ്ങൾ അവർക്ക് സന്തോഷം കൊടുക്കില്ല. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഇസ്, ഡ്രഗ്സ് ഇൻടേക്ക് ചെയ്യുമ്പോൾ മാത്രമേ അവരുടെ ബ്രെയിൻ സെൽസ്, അതായത് അവിടെ ഒരു ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുള്ളൂ. കൂടുതൽ ഒരുപാട് കാലം കഴിയുന്തോറും എന്താണ്, യൂസേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡോപ്പമിൻ കൂടുതൽ കിട്ടിയാൽ മാത്രമേ അവിടെ ഒരു പ്ലഷർ സെൻസേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആദ്യത്തെ ഡോസുകളിൽ പ്ലഷർ കിട്ടിയിരുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ അവരെ അതിന്റെ എന്താ ഡോസേജ് കൂട്ടുന്നത്. അങ്ങനെ ഡോസേജ് കൂട്ടി എന്താണ്, the brain will not take it anymore and drug overdose can happen. ഇത് അപ്പോഴും ഒരുപാട് ഡോസ് എടുത്തിട്ടും അവർക്ക് പ്ലഷർ ഫീലിംഗ് കിട്ടാതാവുമ്പോഴാണ് അവർ ഓവർഡോസ് എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തുന്നത്. That's all about, that's the mechanism how drugs work. എന്താണ് ഡ്രഗ്സ് കാരണം നമുക്ക് എന്തുകൊണ്ടാണ് ഒരു യൂഫോറിയ ഫീലിംഗ്, ഒരു പ്ലഷർ ഫീലിംഗ് കിട്ടുന്നത്? ഇറ്റ് ഇസ് ടോട്ടലി ആൻ ഇംബാലൻസ് ഇൻ ദ ബ്രെയിൻ. ആ ഒരു ഇംബാലൻസ് പിന്നീട് ആ ഒരു സമയത്ത് നമ്മൾ ഫിസിക്കലി
കാണുന്നത് എല്ലാ ചേഞ്ചസും ആ ബ്രെയിൻ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് സോ ഡേഞ്ചറസ്. ഒരു കാഷ്വൽ ഇൻടേക്ക് ആണെങ്കിൽ പോലും ഇത് ഒരു സൈനാപ്സ് നമ്മൾ കണ്ട ആ ഒരു ജംഗ്ഷനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഡോപ്പമിന്റെ ഒരു എഫക്ട് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് സന്തോഷം തരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇസ് റൂയിൻഡ്, റൈറ്റ്? സോ ദാറ്റ് ഇസ് ദി ഡ്രഗ് മെക്കാനിസം. വാട്ട് ആർ സ്മാർട്ട് ഡ്രഗ്സ്? നിങ്ങളിൽ ചിലരെങ്കിലും സ്മാർട്ട് ഡ്രഗ്സ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ മറ്റൊരു പേരാണ് ന്യൂട്രോപിക്സ്. എന്താണിതെന്ന് അറിയാമോ? This improves human cognitive abilities. It is used to improve memory, concentration, thought, mood and learning. ഒരുപാട് കുട്ടികൾ ലൈക്ക് എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു നുറുക്ക് വിദ്യയാണ് അവർ ചെയ്യുന്നത്, സ്മാർട്ട് ഡ്രഗ്സ്. പക്ഷേ ദിസ് ഇസ് വെരി ഡേഞ്ചറസ്. ദിസ് ഇസ് മീഥൈൽ ഫെനഡേറ്റ് ബ്രാൻഡഡ്, കോമൺലി നോൺ ആസ് റിറ്റാലിൻ എന്നറിയപ്പെടുന്ന സ്മാർട്ട് ഡ്രഗ്. എന്താണ് ഇത്? ഹൈ ഡോസിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ബിക്കംസ് ഹൈലി അഡിക്റ്റീവ്. നിങ്ങൾ ഒരു ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ അളവിൽ തുടങ്ങുന്ന ആൾക്ക് ആ ഒരു ചെറിയ അളവ് മതിയാകാതെ വരും. ആ ഒരു അവസ്ഥയിൽ അവർ കൂടുതൽ ഡോസ് നാച്ചുറലി അവർ കൂടുതൽ ഡോസ് എടുക്കാൻ നിർബന്ധിതരാകും. Then it leads to high addictions like then it can lead to psychosis, anxiety and heart problems. And the use of this drug is related to a rise in suicides and overdose and suicides കൂട്ടാനായിട്ട് സ്റ്റുഡൻസിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രിവലന്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് സ്മാർട്ട് ഡ്രഗ്സ് എന്ന് പറയുന്നത്. എവിഡൻസ് ഫോർ യൂസ് outside of student settings is limited but suggests that it is commonplace. ചില ആൾക്കാർ സ്മാർട്ട് ഡ്രഗ്സ് പോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഡ്രഗ്സ് എടുക്കും. എന്താണ് അവിടെ ബ്രെയിനിലെ ഒരു ക്രിയേറ്റീവ് കമ്പോണന്റ് അവിടെ ആക്റ്റീവ് ആവുകയാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ലീഡ് ടു addiction and it will lead to psychosis, anxiety, heart problems and every other psychological and physiological effect. Any idea what are designer drugs? Designer drugs എന്ന് പറയുന്നത് സിന്തറ്റിക്കലി ഡിസൈൻ ചെയ്യുന്ന ഡ്രഗ്സ്, ഒന്നിൽ കൂടുതലോ കൺട്രോൾഡ് സബ്സ്റ്റൻസിനെ ഒന്നിച്ച് കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന ഡ്രഗ്സ് ആണ് ഡിസൈനർ ഡ്രഗ്സ്. ഡിസൈനർ ഡ്രഗ്സ് ലെറ്റ്സ് സേ കൊക്കൈനും ആൻഡ് ഹാഷിഷും ചേർന്നതാകാം. കൊക്കൈൻ എന്ന ഡ്രഗും ഹാഷിഷ് എന്ന ഡ്രഗും ചേർന്ന് ഡിസൈനർ ഡ്രഗ്സ് ആകാം. ഓക്കെ, സോ a designer drug, an example on LSD, which was synthesized from ergot. Other examples include analogs of performance enhancing drugs. Performance enhancing drugs എന്ന് പറയുന്നത് ലൈക്ക് അത്ലറ്റ്സ് എടുക്കുന്ന steroids, designer steroids ഉണ്ട് അവർക്ക്, so that they can perform better in the motor activities. അവരുടെ മോട്ടോർ ആക്ടിവിറ്റീസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡ്രഗ്സ് ആണ് performance enhancing drugs and they use designer steroids for that. So these are designer drugs. And let's discuss 6 classifications of drugs of abuse. Our classifications under gateway drugs. What are gateway drugs? Gateway drugs, as the name indicates, it is a gateway to the drug world. Students അല്ലെങ്കിൽ teenagers ആദ്യം ഒരു എക്സ്പെരിമെന്റ് എന്ന പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്ന പോലെ തുടങ്ങുന്ന ഒരു ഡ്രഗ് ആണ് ഗേറ്റ്വേ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഗേറ്റ്വേ ഡ്രഗ്സ് ഗ്രാജുവലി they'll start with it and they'll get addicted to it. These are legal drugs that are non-drug user try. ഒരു നോൺ ഡ്രഗ് യൂസർ, ഡ്രഗ് യൂസ് ചെയ്യാത്ത ഒരാൾ പേഴ്സണലി സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് ഗേറ്റ്വേ ഡ്രഗ്സ്. And it can lead into dangerous drugs of dangerous usage and overdose. Next is depressants. ഡിപ്രസൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ, അതായത് ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ് ഉൾപ്പെടുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ഡിപ്രസ് ചെയ്യുന്നതാണ്. ആൻഡ് ദ പേഴ്സൺസ് ആക്ടിവിറ്റീസ് ആർ സ്ലോ ഡൗൺ എനോമസ്ലി. ഡോക്ടേഴ്സ് കോമൺലി പ്രിസ്ക്രൈബ് ഡിപ്രസൻസ് ടു ഹെൽപ്പ് പീപ്പിൾ who have anger management issues, stress or tension. സ്ട്രെസ്സിലായിരിക്കുന്ന ആങ്കർ മാനേജ്മെന്റ് ഉള്ള ആൾക്കാർക്ക് ആന്റി ഡിപ്രസൻസ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഡിപ്രസൻസ് റിലാക്സ് മസിൽസ് ആൻഡ് നെർവ്സ്. അവർക്ക് ആ കിട്ടുന്ന ഡിപ്രസന്റ് ഡ്രഗ് ഇൻടേക്ക് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത് ഡിപ്രസൻസ് റിലാക്സസ് ദ മസിൽസ് ആൻഡ് നെർവ്സ്. ഒരു കാം ഫീലിംഗ്, സ്ലീപ്പി ആൻഡ് ലൈറ്റ് ഹെഡ്നെസ് ഫീൽ ചെയ്യുന്നു. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽക്കഹോൾ, ബാർബിറ്ററേറ്റ്സ് ആൻഡ് ട്രാങ്ക്വലൈസേഴ്സ്. നെക്സ്റ്റ് ഇസ് നാർക്കോട്ടിക്സ്. നാർക്കോട്ടിക്സ് എന്ന് പറയുന്നത് it relieves pain.
പെയിൻ റിലീവ് ചെയ്യാനും ഉറക്കത്തിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് നാർക്കോട്ടിക്സ് എന്ന് പറയുന്നത്. These are prescribed to patients with mental disorders or with patients dealing with severe pain like cancer. ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ മെന്റൽ ഡിസോർഡേഴ്സിലും എല്ലാം നാർക്കോട്ടിക്സ് യൂസ് ചെയ്യും. These drugs are illicit and dangerous if taken. ഇത് പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതൊരാൾക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ എടുക്കുന്ന ആൾക്ക് it is dangerous. It is highly dangerous and it can lead to addiction or overdose. Examples are cocaine, heroin, and marijuana. Marijuana is ganja only. Okay. Hallucinogens. Hallucination create ചെയ്യുന്ന ഒരു തരം ഡ്രഗ്സ് ആണ് hallucinogens എന്ന് പറയുന്നത്. These drugs distort reality and facts. അവർക്ക് ഫീൽ ചെയ്യും ലൈക്ക് ആരോ നടന്നു വരുന്നു, എന്നെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറക്കുകയാണ്, ഇങ്ങനെയുള്ള ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തരം ഡ്രഗ് ആണ് ഹാലൂസിനേറ്റൻസ്. അഫക്ട്സ് ഓൾ സെൻസസ് ലൈക്ക് ദേ ക്യാൻ അവരുടെ ഫീലിങ്സ് എല്ലാം ഹൈറ്റൻഡ് ആയിരിക്കും. ഓൾ സെൻസസ് വിൽ ബി ഹൈറ്റൻഡ് ലൈക്ക് ഹിയറിംഗ്, സീയിങ് ആൻഡ് അതുകൊണ്ട് അവർക്ക് ഇല്ലാത്ത വസ്തുക്കളുണ്ട് എന്ന് തോന്നും. Came from the word hallucinate to perceive illusions. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ലൈസർജിക് ആസിഡ് ഡൈഇഥൈലമൈഡ്, അതായത് LSD. ഇറ്റ് ഇസ് ദ LSD is very toxic, it is very dangerous, it is the most toxic എന്ന് വേണമെങ്കിൽ പറയാം. സൈലോസൈബിൻ എന്ന് വെച്ചാൽ മാജിക് മഷ്റൂം, കേട്ടിട്ടുണ്ടാവും. പിക്ചർ ഓഫ് ദാറ്റ്. This is ganja and this is magic mushroom. മാജിക് മഷ്റൂം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ, സിനിമയിലും കൂട്ടുകാർ പറഞ്ഞു, ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ദിസ് ഇസ് സൈലോസൈബിൻ. ഇൻഹേലൻസ് ലൈക്ക് ഇത് എന്താ സംഗതി, നോർമലി അവൈലബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ലൈക്ക് അസറ്റോൺ, സോൾവെന്റ്സ്, സ്പ്രേ പെയിന്റ്സ്, ക്ലീനിങ് ഫ്ലൂയിഡ്, എയർ കണ്ടീഷണർ ഫ്ലൂയിഡ്സ്, പിന്നെ വൈറ്റ്നർ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എന്താണ് ഇൻഹെയിൽ ചെയ്യാം ആൻഡ് ദേ ഗെറ്റ് ഗുഡ് ഫീലിംഗ് ഫ്രം ഇറ്റ്. ആൻഡ് ദിസ് ഇസ് യൂസ്ഡ് ബൈ എന്താണ്, ഇറ്റ് ഇസ് ആക്സസിബിൾ ടു യങ് ചിൽഡ്രൻ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം അല്ലെ. ആൻഡ് ദീസ് അബ്യൂസ് ക്യാൻ ലീഡ് ടു ഡെലൂഷൻസ് ഉണ്ടാക്കാം, ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാം, ലിവർ ഡാമേജ് ഉണ്ടാക്കാം, കോമയിൽ പോകാം ആൻഡ് ഡെത്ത് വരെ സംഭവിക്കാം. So this is very dangerous. Inhale ചെയ്യുന്ന ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഇൻഹെയിൽ ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. അതിനു മുൻപ് പറയുകയാണെങ്കിൽ ബ്ലഡിൽ ഇൻജെക്ട് ചെയ്യുന്ന ഡ്രഗ്സും ഉണ്ട്. ലെറ്റ്സ് ഗോ ടു ദാറ്റ്. സ്റ്റിമുലന്റ് ഡ്രഗ്സ്. എന്താണ് സ്റ്റിമുലന്റ് ഡ്രഗ്സ്? ഇറ്റ് സ്പീഡ്സ് അപ്പ് എ പേഴ്സൺസ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ഒരു വ്യക്തിയുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യാണ്. സോ അവരുടെ ആക്ടിവിറ്റീസ് വിൽ ബി ഇൻ ഹൈ സ്പീഡ്. അവർക്ക് ഭയങ്കര സ്പീഡായിരിക്കും, സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ നടക്കാണ്. ഡിപ്രസൻസിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് സ്റ്റിമുലന്റ് ഡ്രഗ്സ് കൊടുക്കുന്നത്. മേക്സ് എ പേഴ്സൺസ് എനർജി ഹൈ. അവർ ഭയങ്കര ഹൈ ആയിരിക്കും, എനർജി വളരെ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ് സ്റ്റിമുലന്റ് ഡ്രഗ്സ് കൊടുക്കുന്നത്. സൈഡ് ഇഫക്ട്സ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഡിപ്രഷൻ ആൻഡ് ടയർഡ്നെസ്. ഈ ഒരു വെയർ ഔട്ട് സ്റ്റേജ്, സ്റ്റിമുലന്റ് ഡ്രഗ്സ് ഒന്ന് വോൺ ഔട്ട് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ they will have tiredness and depression. Examples are amphetamines, caffeine, nicotine, cocaine. Okay. ആണ് കൊക്കെയിൻ. ഈ വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ആണ് കൊക്കെയിൻ എന്ന് പറയുന്നത്. ഇത് എന്താണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. ദിസ് ഇസ് കഫീൻ. വിൽ തിങ്ക് കഫീൻ എന്ത് ഹാം ആണ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ബട്ട് വി ഓൾ നോ ഇറ്റ് ഇസ് ഹൈലി അഡിക്റ്റീവ്. കഫീൻ ഇല്ലാണ്ട് ലൈക്ക് ഹാബിച്വൽ ആയി പോകുന്ന ആൾക്കാർക്ക് ലൈക്ക് കഫീൻ ഇല്ലാതെ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കില്ല. സോ കഫീൻ ഇസ് ഓൾസോ വെരി ഹൈലി അഡിക്റ്റീവ് ഡ്രഗ്. ബട്ട് അതിന് ഇത് കൊക്കെയിൻ പോലെയോ സൈലോസൈബിൻ പോലെയോ ഒന്നും വലിയ ഇമ്പാക്ട് അല്ല. കഫീൻ ഇസ് ഓൾസോ അഡിക്റ്റീവ്. മെത്തേഡ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓറൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് മൗത്ത് വഴി നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ് ഓറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. ആൻഡ് സബ്ലിംഗ്വൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നാക്കിനടിയിൽ വെക്കുന്ന ഡ്രഗ്സ്. അത്തരത്തിൽ അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മെത്തേഡ് ഇസ് കോൾഡ് സബ്ലിംഗ്വൽ അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് റെക്ടൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. റെക്ടം വഴി അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡ്രഗ്സ് ആണ് റെക്ടൽ അഡ്മിനിസ്ട്രേഷനിൽ വരാം. ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷൻ മീൻസ് സ്കിൻ സർഫസ്, ക്രീംസോ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ സ്കിന്നിന്റെ സർഫസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷൻ. പാരൻട്രൽ, അതായത് ഇൻജക്ട് ചെയ്യുന്നതാണ്
സ്കിന്നിന്റെ അടിയിൽ വരുന്നതാണ് പാരൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇൻട്രാവെനസ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും എന്താണ് നമ്മുടെ വെയിൻസിൽ കുത്തിവെക്കുന്നതാണ് ഇൻട്രാവെനസ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ മെത്തേഡ്. സോ ദീസ് ആർ ആർ മെത്തേഡ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ് വിച്ച് ആർ സീൻ ഇൻ അവർ സൊസൈറ്റി. ആൻഡ് ദിസ് ഇസ് ഇത് കാണുന്നുണ്ടോ? ദിസ് ഇസ് എന്താണ് സ്നോട്ടിങ്, ഇൻഹെയിൽ ചെയ്യാണ് മൂക്കിനുള്ളിലൂടെയാണ് സ്റ്റിമുലേഷൻ ഓഫ് ഡ്രഗ് നടക്കുന്നത്. ആൻഡ് ദിസ് ഇസ് എന്താണ് ടോപ്പിക്കൽ, സ്കിന്ന് വഴി ക്രീംസ് അപ്ലൈ ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന സ്റ്റിമുലേഷൻ.